നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് നമുക്ക് സ്റ്റോറേജ് തികയാതെ വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് സ്റ്റോറേജ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൺവീനിയൻറ്റും ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം ആപ്പിളിൽ തന്നെ ഐക്ലോഡ് പ്ലസ് പ്ലാനുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്പിളിന് മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോറേജ് മാത്രമല്ല ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കുറേയധികം അടിപൊളി ഫീച്ചേഴ്സും കൂടി ആപ്പിളിനകത്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചേഴ്സും ഇതിൻ്റെ പോരായ്മകളൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഐക്ലോഡ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുന്നത് വർത്താണോ അല്ലയോ എന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ഈ ഒരു ഐക്ലോഡ് പ്ലസിൽ നമുക്ക് പ്രധാനമായിട്ട് 3 പ്ലാനുകളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 50 GB പ്ലാനാണ്. അതിന് നമുക്ക് മന്ത്ലി 75 രൂപ വെച്ചാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്ലാൻ 200 GB പ്ലാനാണ്. അതിനകത്ത് നമുക്ക് മന്ത്ലി ഒരു 219 രൂപ വെച്ചിട്ടാണ് എല്ലാ മാസം കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്ലാൻ കുറച്ച് വലിയ പ്ലാൻ 2 TB പ്ലാനാണ്. അതിനകത്ത് നമുക്ക് 749 രൂപയാണ് എല്ലാ മാസം കൊടുക്കേണ്ടത്. അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു ഐക്ലോഡിൻ്റെ കൂട്ടത്തിൽ സ്റ്റോറേജ് മാത്രമല്ല കിട്ടുന്നത് കുറേയധികം അടിപൊളി ഫീച്ചേഴ്സ് കൂടെ കിട്ടുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള കൺവീനിയൻസ് ആണ്. നമുക്ക് ഈ ഒരു ബാക്കപ്പ് നമ്മുടെ എല്ലാ ഡിവൈസിലും ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഐപാഡ്, ഐഫോൺ, മാക്ക് ഇത് 3 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലത്തെ ഡേറ്റ ഒരേ സമയത്ത് നമുക്ക് ബാക്കപ്പ് ചെയ്യാനും പറ്റും. എല്ലാ ഡിവൈസുകളിലുള്ള ഡേറ്റ ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫീച്ചർ നോക്കാം. അത് ഒപ്റ്റിമൈസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഈ ഒരു ഓപ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഐഫോണിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഐക്ലോഡിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കംപ്രസ്ഡ് ഫോർമാറ്റ് നമ്മുടെയൊക്കെ ഫോണിലോ ഐപാഡിലോ ഒക്കെ ഇത് കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം കാണാനും പറ്റും. ആ ഒരു തംബ്നെയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പം ഡൗൺലോഡ് ആയിട്ട് ആ ഒരു ഫോട്ടോ വീഡിയോ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് കുറേയധികം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് നമുക്ക് റിയലായിട്ട് ആ ഒരു സമയത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുക്കാണ്ട് പറ്റും. ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് പറ്റും. ഒരുപാട് ഫ്രീ സ്റ്റോറേജ് വരുന്ന സമയത്ത് നമുക്ക് ഫോൺ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് സ്റ്റോറേജ് കൂടി കിട്ടിയ പോലെ തന്നെ നമുക്കൊരു ഫീൽ കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഫാമിലിയിലുള്ള മറ്റു ആൾക്കാരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാണ്ട് പറ്റും. ഫാമിലി മീൻസ് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ വേണമെന്നില്ല, നമ്മുടെ ഫാമിലിയിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാണ്ട് പറ്റും. അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് അവരുമായിട്ടും കൂടെ നമുക്ക് ഷെയർ ചെയ്യാണ്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഹയർ സ്റ്റോറേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 749 രൂപയുടെ പ്ലാൻ പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ 2 TB കിട്ടുന്നുണ്ട്. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു 400 MB വെച്ച് നമുക്ക് ഷെയർ ചെയ്തെടുക്കാണ്ട് പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്ലോഡ് യൂസ് ചെയ്യാണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫാമിലി ഷെയറിംഗ് ഇതിൻ്റെ വലിയൊരു ഫീച്ചറാണ്. ഈ നാലാമത്തെ ഫീച്ചർ വരുന്നത് നമുക്ക് ഐഫോണിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ് ആണ്. ആ ഒരു ബാക്കപ്പിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ഫോട്ടോസും വീഡിയോസും മാത്രമല്ല വരുന്നത്, ആപ്ലിക്കേഷനുകളുടെ ഡേറ്റാസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഏതൊരു സമയത്ത് നമ്മുടെ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയിട്ട് ഫോൺ ഓഫായി പോകുക അല്ലെങ്കിൽ ഫോൺ അടിച്ചു പോകുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊക്കെ എപ്പോഴും സെക്യൂർ ആയിരിക്കും. വേറൊരു ഫോൺ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളെല്ലാം തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി പ്രൈവസി ബേസ് ചെയ്തുള്ള ഫീച്ചേഴ്സാണ്. നമ്മളിപ്പം സഫാരിയിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഹിഡൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹാക്കർമാർക്കോ കാര്യങ്ങളൊന്നും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും അറ്റാക്സ് നടത്താനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളൊരു ആപ്ലിക്കേഷനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസറിനകത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി അവിടെയും കംപ്ലീറ്റ്ലി ഹിഡൻ ആയിരിക്കും. അത് നമുക്ക് ഒരു എക്സ്ട്രാ സേഫ്റ്റിയാണ്. പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് ഇമെയിൽ ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ പേര് നമ്മൾ contact@detoxtech.com ആ രീതിയിലൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഇമെയിൽ ഡൊമൈനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഐക്ലോഡിൻ്റെ സ്റ്റോറേജ് ഫാമിലി മെമ്പേഴ്സോട് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഡേറ്റയ്ക്ക് അതിൻ്റേതായിട്ട് സെക്യൂരിറ്റി ഉണ്ടാവും, ആ പ്രൈവസി ഉണ്ടാവും. മറ്റുള്ളവർക്ക് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അവരവർക്ക് അവരുടേതായ സ്പേസാണ്. ആ ഒരു സ്പേസിനകത്ത് എന്താണുള്ളതെന്ന് നമുക്കറിയാനും പറ്റത്തില്ല, നമ്മുടെ സ്പേസിനകത്ത് എന്താണുള്ളത് അവർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ജസ്റ്റ് നേരത്തെ പറയാൻ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ചൂസ് ചെയ്താൽ പോലും നമുക്ക് ഈ പറഞ്ഞേക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. അപ്പോൾ നമ്മൾ ഐക്ലോഡിൻ്റെ എല്ലാ ബെനിഫിറ്റ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഐക്ലോഡിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോരായ്മ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇൻ്റർനെറ്റ് സർവീസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിലേക്ക് ബാക്കപ്പ് ചെയ്തേക്കുന്നതിൻ്റെ തംബ്നെയിൽ നമ്മുടെ ഫോണിനകത്ത് ഉണ്ടെങ്കിലും ആ ഒരു തംബ്നെയിലിനകത്ത് ഒരു ക്ലാരിറ്റി കുറഞ്ഞ വേർഷനുള്ള ഫോട്ടോ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ക്ലാരിറ്റി കൂടിയ ഹൈ ക്വാളിറ്റിയുള്ള വീഡിയോ കാണണമെങ്കിൽ നമുക്ക് നെറ്റ് വേണം. ആ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഫോട്ടോ കാണാനായിട്ട്. അത് ഇതിൻ്റെ ഒരു വലിയ പോരായ്മയാണ്. പിന്നെ വേറെ കാര്യമുള്ളത് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് എല്ലാ മാസവും ആക്സസ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും ഇതിന് പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എത്ര കാലം ഈ ഒരു സ്റ്റോറേജ് വേണോ അത്രയും കാലം നമ്മൾ ഇതിന് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആ ഒരു 219 രൂപയുടെ 200 GB പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്കൊരു ഏകദേശം ഒരു 2700 രൂപ ഇതിനു വേണ്ടി തന്നെ മുടങ്ങാനായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ആ ഒരു പൈസയ്ക്ക് നമ്മളൊരു പെൻ ഡ്രൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും SSD എല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറേജ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമുക്കത് കിട്ടത്തില്ല. നമ്മൾ എപ്പോൾ പേയ്മെൻറ്റ് നിർത്തുന്നോ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ സംവിധാനം നിൽക്കും. ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന നിർത്തി കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ ബാക്കപ്പ് ചെയ്തേക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആകുന്നതായിരിക്കും. പിന്നെ വേറെ പ്രശ്നമുള്ളത് ആപ്പിൾ എക്കോസിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്ന പോലെ മറ്റുള്ള വിൻഡോസിലോ ആൻഡ്രോയിഡിലേക്കോ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനകത്ത്
iCloud ഡ്രൈവ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരു പരിധിയിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും ഇത്രയ്ക്കും സീംലെസ് ആയിട്ടും ഇത്രയ്ക്കും സിങ്കിങ് ആയിട്ടൊന്നും നമുക്ക് വിൻഡോസിലും ആൻഡ്രോയിഡിലും ഒന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു ആപ്പിൾ എക്കോസിസ്റ്റത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനിലേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഇതൊരു സിങ്കിങ് സർവീസാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മാക്കിനകത്ത് 1-2 വീഡിയോസും ഫോട്ടോസും നമ്മൾ ബാക്കപ്പ് ചെയ്തേക്കുന്ന വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ ഡിവൈസും അത് ഡിലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിവൈസിൽ മാത്രമായിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് വെക്കാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കത്തില്ല. എല്ലാ ഡിവൈസിലും നമുക്ക് ഒരേ ഡേറ്റ തന്നെ ആയിരിക്കും നമുക്ക് കീപ്പ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു iCloud Plusന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഇപ്പോൾ കണ്ടു. ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇന്നേ വരെ നിങ്ങളുടെ ആപ്പിൾ ഐഡിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ iCloud സെക്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് 1 മന്തിലേക്ക് ഒരു 30 ഡേയ്സിലേക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഒരു പൈസ പോലും നഷ്ടം വരുന്നതല്ല. ഇനിയിപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ, നിങ്ങളുടെ ഫോൺ 128 GB ആണ്. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നിലധികം ഡിവൈസുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്കാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ബേസിക് ആയിട്ടുള്ള 50 GB അതായത് 75 രൂപ പെർ മന്തിൻ്റെ പ്ലാൻ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. ആ പ്ലാനിനകത്ത് തന്നെ നമുക്ക് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പക്ക വർത്ത് തന്നെയാണ്. നമുക്ക് ആ ഒരു 75 രൂപയ്ക്ക് പെർ മന്തിൽ ഇത്രയും പ്രൈവസി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഒന്നും ആലോചിക്കാനില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും എല്ലാ കമൻറ്റ്സും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി അവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.